ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാലോ? കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഈ നിമിഷം ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് വിളിക്കുന്നുവെന്ന് തിരുവചനം നമ്മോട് പറയുന്നുണ്ട്. അതായത് ദൈവവചനം നമ്മളിലൂടെ കടന്നു വരുമ്പോൾ നാം ഒരു ദൈവ പൈതലായി മാറുന്നു. ആ വചനം എന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുന്ന അവസ്ഥയിലേക്ക് എന്നെ ഉയർത്തുന്നു. അതുകൊണ്ട് ഈ നിമിഷം അകലെ ആയിരിക്കുന്ന നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ, നിങ്ങൾ ഏതെല്ലാം പ്രശ്നത്തിലൂടെയാണ് കടന്നു വരുന്നത്? മകനെ, നീ അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിന്നെ സൃഷ്ടിച്ച നിൻ്റെ ദൈവം. നീ സമുദ്രങ്ങൾ കടക്കുമ്പോൾ എൻ്റെ വിജയം നൽകുന്ന വലത് കർത്താൻ നിന്നെ ഞാൻ എടുത്തു പൊക്കും. ഭയപ്പെടേണ്ട. ആ ദൈവത്തിലേക്ക് ഇന്ന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. 3 ദിവസം ഈ തെബേരേസ് കടൽ തീരത്ത് ഈശോയുടെ അടുക്കൽ വന്ന് വചനം കേൾക്കാൻ അങ്ങുന്നൊക്കെ ഓടി വന്നവർ അവിടെ ഇരുന്നപ്പോൾ അവരുടെ മേൽ അനുകമ്പ തോന്നി. ശാരീരികവും മാനസികവും ആത്മീയമായ അനുഗ്രഹം കൊടുത്ത കർത്താവിൻ്റെ കൈകളിലേക്ക് നിങ്ങളെ പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിച്ചേ. പിതാവായ ദൈവത്തിൻ്റെ കൈകളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചേ. ആ വചനം എന്നെ ശുദ്ധീകരിക്കാൻ, ദൈവത്തിൻ്റെ മകളും മകനും എന്ന പദവിയിലേക്ക് ഉയർത്താൻ ഒത്തിരി ആഗ്രഹിച്ചേ. നമുക്കെല്ലാവർക്കും കൂടി ഏക മനസ്സായ പിതാവാ ദൈവത്തിൻ്റെ മഹത്വത്തിന് ഈ നിമിഷം നമുക്ക് കാഴ്ചവെക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങക്ക് ആവശ്യം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പരിശുദ്ധ മറിയമേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ചെറിയ കൊച്ചു കാര്യങ്ങളിലൂടെ നിങ്ങളെ ഈശോപ്പനിലേക്ക് അടുപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ച് എൻ്റെ അടുത്ത് വന്നു. എന്നെ ഫോണിൽ കൂടെ വിളിച്ചതാണ്. എന്നിട്ട് എനിക്ക് ആൻറ്റിയെ കാണാൻ പറ്റുമോ? എന്നെ ആൻറ്റി അമ്മയെന്നൊക്കെയാണ് അവർ വിളിക്കുന്നത്. ഞാൻ പറ്റും മോളെ. വന്നപ്പോൾ അവൾ പറയാണ്, എൻ്റെ ആൻറ്റി, ഞാനും എൻ്റെ അമ്മച്ചിയും കൂടെ ദിവസം 25 കൊന്ത ഒരു മാസം ചൊല്ലി. 25 കൊന്ത ഒരു മാസം ചൊല്ലി. എന്നിട്ടെന്തേ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ? 25 കൊന്ത 30 ദിവസം എൻ്റെ കുടുംബത്തിന്, എന്തിന്? എൻ്റെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറണം, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം. എന്തേ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? എനിക്ക് ആ മകളോട് പറയാൻ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കൊന്ന് തിരുവചനത്തിലൂടെ കടന്നു പോകും. അതിലുപരി അൽഫോൻസ് ലിഗോരിയുടെ ആ ജീവിത അനുഭവത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, തകർച്ച, കുറ്റപ്പെടുത്തലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, ഒന്നുമാറി ഉണ്ടാകുന്ന സാമ്പത്തികമായ തകർച്ച, കടഭാരങ്ങൾ, ഇതെല്ലാമായി നിങ്ങൾ വിഷമിക്കുന്നത്, ഇങ്ങനെയുള്ള സഹനങ്ങളിലൂടെ ദൈവം നിങ്ങളെ കടത്തിവിടുന്നത്, ആ സഹനം ഒരു ദൈവിക ദാനമാണ്. നമ്മൾ നേരത്തെ കേട്ടല്ലോ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ആ പാട്ട് എന്ന് പറയുക ദൈവിക ദാനമാണ്. രണ്ടാമത് പറയുന്നു, സഹനം ദൈവം നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ അടയാളമാണ്. എൻ്റെ വീട്ടിലെ കടഭാരം മാറാൻ, എൻ്റെ വീട്ടിലെ മദ്യപാനം മാറാൻ, ഞങ്ങളെല്ലാവരും ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരാൻ, അഥവാ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, അവരെ മാനസാന്തരപ്പെടുത്താണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ ചോദിച്ചു, മോളെ, നീ
ഈ സഹനത്തിലൂടെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, നീ എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നതെന്ന് ചോദിച്ചോ. നമ്മൾ സഹനം ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ദൈവം നിന്നോട് സംസാരിക്കുന്നതിൻ്റെ അടയാളമാണ് സഹനം. മനസ്സിലായോ മോളെ? നിൻ്റെ പോക്ക് ശരിയല്ല, നിൻ്റെ കുടുംബത്തിൻ്റെ പോക്ക് ശരിയല്ല, നീ ഇച്ചിരൂടെ മെച്ചപ്പെടണം, നിൻ്റെ ആത്മീയത, നിൻ്റെ കൂദാശ ജീവിതം, ഇങ്ങനെ പലതും നമുക്ക് ദൈവം നമ്മോട് പറഞ്ഞു തരാനുണ്ടാവും. അപ്പോൾ സങ്കീർത്തകൻ പറയുന്നുണ്ട്, ഇനി നമ്മൾ വചനത്തിലോട്ട് കിടക്കുകയാണ്, തിരിച്ചു വരും. സങ്കീർത്തനൻ 62:8 ഇപ്രകാരം പറയുന്നു: എൻ്റെ ജനമേ, നീ ദൈവത്തിൽ ശരണം പ്രാപിക്കുവിൻ, ദൈവത്തിൽ അഭയം പ്രാപിക്കുവിൻ. നിന്റെ ഹൃദയം ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകം പോലെ സമർപ്പിക്കുവിൻ. എന്നാൽ നീ ഇപ്പോൾ കടന്നുപോയ അവസ്ഥ, ഇന്നലകളിൽ കടന്നുപോയ അവസ്ഥ, ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, നിന്നേക്കാൾ കൂടുതലായിട്ട് അറിയുന്നത് നിന്റെ ദൈവമാണ്. ആകയാൽ നിന്റെ പ്രശ്നങ്ങളും കൊണ്ട് നീ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഒന്നിരിക്ക്. എന്നിട്ട് നിനക്കുള്ളിൽ പറയാൻ കഴിയണം, അവനാണ് എൻ്റെ ബലം, അവനാണ് എൻ്റെ സങ്കേതം, അവനാണ് എൻ്റെ കോട്ട. നിന്റെ ഹൃദയം നീ എൻ്റെ മുമ്പിലേക്ക് താ. ദൈവം വേറൊന്നും നിന്നോട് ചോദിക്കുന്നില്ല. മോനെ താ, മോളെ താ. നിന്റെ പ്രശ്നങ്ങൾ എന്താണ്, അത് ഞാൻ ഏറ്റെടുക്കാം. വെള്ളത്തിൻ്റെ വലിയ തിരമാലകൾ ആർത്തു വരുന്ന അവിടെ വെച്ച് കർത്താവ് വെള്ളത്തിൽ കൂടെ നടന്നു വന്നപ്പോൾ പത്രോസ് ഇത് കണ്ടപ്പോൾ കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട്, കർത്താവ് ഞാനും വരട്ടെ. നമ്മുടെ പത്രോസ് അങ്ങനെയാണ്, എന്തും എടുത്തിയാടി പെട്ടെന്ന് പറയും. അതുകൊണ്ടാണ് പുള്ളിക്കാരന് അധികാരവും കൊടുത്തത്. ബുദ്ധി കൊണ്ട് ചിന്തിക്കില്ല, ഹൃദയത്തിൽ തോന്നുന്നങ്ങ് പറയും. ഞാനും വരട്ടോ എന്ന് ചോദിച്ചു. വന്നോ മോനെ, നീ വന്നോ. പകുതി വന്നു കഴിഞ്ഞപ്പോഴേ അവൻ എന്ത് ചെയ്തെന്നറിയോ? അയ്യോ നോക്കി, എന്താ തിരമാലകൾ ആടി വരുന്നു, ഞാൻ താന്നു പോകും. അപ്പോൾ അവൻ്റെ കണ്ണവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കർത്താവിൻ്റെ അടുത്ത് നിന്ന് അല്പം മാറി. ഉടനെ അവൻ വെപ്രാളപ്പെട്ട് വിളിച്ചു, ദൈവമേ, ഗുരുവേ, നീ കണ്ടില്ലേ കർത്താവേ, ഇതാ ഞാൻ താന്നു പോകുന്നു, ഓടി വന്നേ. ഇങ്ങനെയല്ല, ഓടി വന്നേ എന്ന് വിളിച്ചു. കർത്താവ് പറഞ്ഞു, അല്പവിശ്വാസി, അല്പവിശ്വാസി, നീ എന്തിനാ ഭയപ്പെട്ടത്? ഞാൻ ആരാ? നിന്റെ ഗുരുവും കർത്താവുമല്ലേ. ഞാൻ തന്നെയാണ് പറഞ്ഞത്, മോനെ വാ, മോനെ വാ. കർത്താവ് വന്നിട്ട് എന്ത് ചെയ്തു? നടന്ന് ആ തിരമാലകളുടെ മേളിൽ കൂടെ നടന്ന് അവൻ്റെ അടുത്തേക്ക് ചെന്നു. തിരമാലകളെ തൻ്റെ പാദത്തിന് കീഴിലാക്കി. തിരമാലകളെ തൻ്റെ പാദത്തിന് കീഴിലാക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ, ദൈവം ആരാണ്, എന്താണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. നിങ്ങൾക്ക് തുറവിയുണ്ടെങ്കിലേ എനിക്ക് വചനം കിട്ടൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവം നിന്നെ ഇന്ന് സ്പർശിക്കും, തീർച്ച. നിങ്ങളിവിടെ ദൈവത്തെ കണ്ടെത്തി മടങ്ങിപ്പോകും, തീർച്ച. എൻ്റെ യേശുവിനെ വ്യക്തിപരമായ പല ജീവിതാനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി, കണ്ട് തൊട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളിവിടെ ഈ 4 ദിവസമായി ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ, ഈ 3 ദിവസം തിബേരിയസ് കടൽ തീരത്ത് കർത്താവിൻ്റെ വചനം കേൾക്കാൻ അങ്ങും കർത്താവ് മാറി നടന്നിട്ട് പോലും ജനങ്ങൾ ഓടി. അവൻ്റെ അടുത്ത് ചെന്നാൽ എന്തൊരു ആശ്വാസം, അവൻ്റെ അടുത്ത് ചെന്നാൽ എന്തൊരു സമാധാനം. മാത്രമല്ല, നെയ്യപ്പം തിന്നാൽ 2 ഗുണം, വയറും നിറയ്ക്കാം, മീശയും മിനിക്കാം എന്ന് പറഞ്ഞതുപോലെ അവൻ്റെ അടുത്ത് ചെന്നാൽ വയറും നിറയും, എനിക്ക് വേണ്ടതെല്ലാം കിട്ടും. ആ അവസ്ഥയിൽ ജനങ്ങൾ വന്ന് അങ്ങനെ വന്നവരുടെ അടുക്കൽ കർത്താവിന് വേണ്ടതെല്ലാം കൊടുത്തത് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം 3 ദിവസം അല്ലാതെ 4-ാമത്തെ ദിവസം ആകാൻ പോകുന്നു. നിങ്ങൾ വീടും വീട്ടുകാരെയും മക്കളെയും ആടുമാടുകളെ എന്തൊക്കെയാണ് ഉപേക്ഷിച്ചിട്ട് ഇവിടെ കർത്താവിൻ്റെ അടുത്ത് നീ വന്നെങ്കിൽ നീ വെറുതെ പോവില്ല, നീ വെറുതെ പോവില്ല. അവിടുത്തെ മുഖത്തേക്ക് നോക്കിയവരെല്ലാവരും പ്രകാശിതരായി. നിന്റെ സോറി കേട്ടാ, ഒന്ന് ശാന്തമായിക്കണം കേട്ടോ. അവിടുത്തെ മുഖത്തേക്ക് നോക്കിയവരെല്ലാവരും പ്രകാശിതരായി. അവരപ്പം വന്നതുപോലെ തിരിച്ചു പോകില്ല മക്കളെ.
വന്നതിലധികം മെച്ചമായി ഈശോയുടെ പ്രകാശവലയത്താൽ ആവരണം ചെയ്യപ്പെട്ട്, ഈശോയുടെ പ്രകാശവലയത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് സൗഖ്യം പ്രാപിച്ചവനായി, ഈശോയെ തൊട്ടവനായി, ഈശോ നിന്നെ തൊട്ടതായി അനുഭവിച്ചുകൊണ്ട് നീ മടങ്ങിപ്പോകും. തീർച്ച. ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്ന ഓരോരുത്തരോടും കർത്താവ് ചോദിച്ചു, മോനെ നിനക്കെന്താ വേണ്ടത്? ഞാൻ നിനക്കെന്താ തരേണ്ടത്? അപ്പോൾ അവർക്ക് ഉത്തരവുണ്ടായിരുന്നു, എനിക്കിന്നത് വേണം. അടുത്ത പടി കർത്താവ് ചോദിച്ചു, എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? ആ മറുപടിയാണ് നമ്മുടെ ജീവിതത്തിൽ എന്നെയും ഒക്കെ അനുഗ്രഹിക്കുന്നതും നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്നതും. കേട്ടോ? ഇനി അടുത്ത വചനത്തിലേക്ക് നമ്മളൊന്ന് പോകുവാണേ. ഇത് 1 പത്രോസ് 5:6. അപ്പോൾ പറഞ്ഞു, നിന്റെ ഹൃദയം ദൈവത്തിൻ്റെ മുമ്പിൽ നീ തുറന്നു വെക്കണം. ഒരു വ്യക്തിയോടെന്ന പോലെ നിന്റെ പ്രശ്നങ്ങൾ ദൈവത്തോട് നീ പറയണം. അപ്പോൾ ചോദിക്കണം, എന്തുകൊണ്ട് എന്നിങ്ങനെ ചോദ്യത്തിനുമല്ല, എന്താണ് കർത്താവേ, എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ ഒരു മനുഷ്യനും അവകാശമില്ല. എന്താണ് കർത്താവേ നീ ഇതിലൂടെ എന്നോട് ആവശ്യപ്പെടുന്നത്? ആ ചോദ്യമായിരിക്കണം നമുക്കുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ 1 പത്രോസ് 5:6, അത്യുന്നതനായ ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ താഴ്മയോടെ നിൽക്കണം. അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തും. അതാ, തക്ക സമയത്ത് നിൻ്റെ പ്രശ്നങ്ങളിൽ, നിങ്ങളുടെ ആവശ്യങ്ങളിൽ, നിൻ്റെ കണ്ണുനീരിൽ, നിൻ്റെ ദുഃഖങ്ങളിൽ, നിൻ്റെ രോഗങ്ങളിൽ അവൻ ഇടപെടും. ഓക്കെ? അതുകൊണ്ട് എന്നിട്ട് അത് നിനക്ക് അത് അനുഭവമാകുകയാണെങ്കിൽ 2 കാര്യമുണ്ട്. അവൻ എന്നേക്കാൾ കൂടുതലായി എന്നെ കരുതുന്നവനും എന്നെ മനസ്സിലാക്കുന്നവനും എന്ന് നിനക്ക് ഉറപ്പുണ്ടാവണം. 2, അവിടെയും പറയുകയാണ് പത്രോസ്ലീഹ, നിൻ്റെ ഹൃദയം നീ തുറന്നു വെച്ചേ നിൻ്റെ അപ്പൻ്റെ മുമ്പിൽ. നിൻ്റെ പ്രശ്നങ്ങൾ തുറന്നു വെക്കുക. അപ്പം എന്ത് കാര്യം വേണം? 1, നീ ഹൃദയം നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു വെക്കണം. ഒരു ദൈവപൈതലായിരുന്നുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ നിൻ്റെ ഹൃദയം തുറന്നു വെക്കണം. 2, എന്നേക്കാൾ കൂടുതൽ ഞാൻ ജനിച്ച പശ്ചാത്തലവും എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്ന അവസ്ഥയും ഇപ്പോൾ ഞാൻ നടന്നു പോകുന്ന അവസ്ഥയും എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്നവനാണ് എൻ്റെ കർത്താവ്. അപ്പോൾ അത് നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അത് നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനായിട്ട് ദൈവം കൃപ നൽകുന്നത്. കേട്ടോ? അപ്പോഴും നമ്മൾ എങ്ങനെയാണ് ഇനി പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയാം. ഇതിനെയാണ് വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എൻ്റെ കർത്താവ് പറയുന്നില്ല മത്തായിയുടെ സുവിശേഷത്തിൽ, നിങ്ങൾ ഉൾമുറിയിൽ കടന്ന് സ്വർഗത്തിലിരിക്കുന്ന തൻ്റെ പിതാവുമായിട്ട് നീ സംസാരിക്കണം. കൊന്ത ചെല്ലലോ കല്ല് വിരിച്ച് അവിടെ മുട്ടിക്കുത്തിക്കാനോ അല്ല പറഞ്ഞത്. നീയും നിൻ്റെ ദൈവവുമായി നിൻ്റെ മനസ്സറിയുന്ന, നിൻ്റെ ഹൃദയമറിയുന്ന, നിൻ്റെ അവസ്ഥ അറിയുന്ന, നിന്നെ കരുതുന്നവൻ, നിന്നെ തോളിലേറ്റി കൊടുക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നീ നിന്നെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നെ തന്നെ നീ ഏൽപ്പിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും ആ ദൈവം ഇറങ്ങി വരും. പൊന്നുമക്കളെ, ഇന്ന് നിങ്ങൾ അത്ഭുതം കണ്ട് ഇവിടുന്ന് മടങ്ങിപ്പോകും. ഉറപ്പ്. ഇന്ന് ദൈവം നിന്നെ തൊടും. തീർച്ചയായിട്ടും തൊടും. നീ എനിക്ക് വേണ്ടി നിൻ്റെ വാല് തുറന്നു തന്നെ, ഇതാ നിൻ്റെ ഹൃദയ കവാടത്തിൽ വന്ന് ഞാൻ മുട്ടി വിളിക്കുന്നു, നീ ഒന്ന് തുറക്കു കുഞ്ഞേ. നമുക്ക് 2 പേർക്കും കൂടെ ഒന്നിച്ച് ഞാൻ നിൻ്റെ അകത്ത് കയറിയിട്ട് ആ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് സോൾവ് ചെയ്യാം. ഒന്ന് തുറന്നേ. അപ്പോൾ നമ്മുടെ കർത്താവ് ഇവിടെ ഇരിക്കുമ്പോൾ ഈ 4 ദിവസം ഈശോയ്ക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ നാമത്തിൽ 1 പാത്രം പച്ചവെള്ളം ദാനമായി നൽകിയാൽ നിനക്ക് 100 ഇരട്ടി പ്രതിഫലം നൽകുമെങ്കിൽ, ഈ 4 ദിവസം ദൈവമഹത്വത്തിനായി നീ വിട്ടുകൊടുത്താൽ നിൻ്റെ കുടുംബവും നിൻ്റെ സന്തതി പരമ്പരകളും അനുഗ്രഹിക്കപ്പെടും. ഓക്കെ? അപ്പോൾ ആ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. ഇനി എങ്ങനെയാണെന്ന് അപ്പം ഞാൻ 86-ലാണ് ധ്യാനം കൂടിയത്. അപ്പോൾ ആ ധ്യാനത്തിൽ ഞങ്ങൾക്ക് സെബാസ്റ്റ്യൻ പൊട്ടനാണിയാണ്, സ്വീഡിയിലെ അച്ഛനാണ്. ആ അച്ഛൻ, അവർക്ക് കൗൺസിലിംഗ് ഇല്ല. കൗൺസിലിംഗ് ഞാനും എൻ്റെ ദൈവവും ഭർത്താവും ഭാര്യയും മാത്രം. ഒരച്ഛൻ്റെ അടുത്തും പോകണ്ട, ഒരു കൗൺസിലറുടെ അടുത്തും പോകണ്ട. നിൻ്റെ ഭർത്താവ് അറിയാത്തൊരു രഹസ്യം നിനക്ക് പാടില്ല. നിൻ്റെ ഭാര്യ അറിയാൻ പാടില്ലാത്തൊരു രഹസ്യം നിങ്ങൾക്ക് പാടില്ല. നിങ്ങളുടെ മുമ്പിൽ ഒരു മറയുണ്ടാകരുത്. തീർന്നു. നിങ്ങളുടെ മുമ്പിൽ ഒരു മറയുണ്ടായെങ്കിൽ തീർന്നു നിൻ്റെ കുടുംബം. അതാണ് ഇന്നത്തെ പല കുടുംബങ്ങളും
ഡൈവേഴ്സിലേക്ക് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പം മറയില്ലാത്തൊരു ജീവിതം നമുക്ക് എന്ന് പറഞ്ഞതുപോലെയാണ്. തമ്പുരാൻ്റെ മുമ്പിലും തമ്പുരാൻ കാണുന്നുണ്ടല്ലോ, ഉണ്ട്. പക്ഷെ നീ പറയണം നിൻ്റെ അതരം കൊണ്ട്. തമ്പുരാൻ കാണുന്നുണ്ട്, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ഓക്കെ, അപ്പം തമ്പുരാൻ്റെ മുമ്പിൽ നിൻ്റെ ഹൃദയം നീ തുറന്നു വെക്ക്. എൻ്റെ അപ്പ, നീ കണ്ടില്ലേ, എന്നെക്കൊണ്ട് പറ്റില്ല, ഇതാ ഞാൻ നിസ്സഹായനാണ്, എനിക്ക് പറ്റുന്നില്ല അപ്പച്ച, ഞാൻ വിചാരിച്ച പറ്റില്ല, ഇതാ എൻ്റെ പ്രശ്നങ്ങൾ. ഇങ്ങനെ ഒന്ന് മാറി ആ പ്രശ്നങ്ങളെല്ലാം, നിൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളെല്ലാം അമ്മ പറഞ്ഞ പോലെ അവൻ പറയുന്ന പോലെ കേൾക്കുന്നു. അവനെങ്കിലേക്ക് അങ്ങ് ചെല്ല്, അവൻ്റെ കയ്യിലേക്ക് അങ്ങ് കൊടുക്ക്. നിൻ്റെ പ്രശ്നം അവൻ ഏറ്റെടുക്കും തീർച്ചയായിട്ടും. അപ്പോഴെന്ത് ചെയ്യണം? ഒരു ദിവസം സമർപ്പിച്ചു, ഒരു 10 മിനിറ്റ് തുടങ്ങിയാൽ മതി. ഒരു ദിവസം വന്നു, ഒരു അല്പസമയം ചമ്പ്രം മടഞ്ഞിരുന്നിട്ട് 3 പ്രാവശ്യം ശ്വാസം എടുത്ത് വിട്ടിട്ട് ഈശോയെ എന്ന് കുറച്ച് നേരം പറഞ്ഞ് ഈശോയെ എന്ന് വിളിച്ചിട്ട് ഈശോയോട് പറയണം, എൻ്റെ ഈശോപ്പാ, എൻ്റെ മനസ്സ് നിറച്ചും ഭാരമാണ്, ഞാൻ എങ്ങോട്ട് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല, ഈ പ്രശ്നങ്ങളിൽ എനിക്കൊന്നും ചെയ്യാനില്ല, ചെയ്യാനുള്ളത് നിനക്കാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് നിൻ്റെ പ്രശ്നങ്ങളെല്ലാം അവരുടെ മുമ്പിൽ സമർപ്പിക്കാനാണ് പറഞ്ഞത്. സമർപ്പിച്ചത് കൊടുത്തത് തിരിച്ചെടുക്കരുത്, അത് ഓർമ്മ വേണം. സമർപ്പിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇരിക്കുക 5 മിനിറ്റ് കൂടെ, എന്നിട്ട് ഒന്നും മിണ്ടരുതേ. യേശുനാമം മനസ്സിൽ മാത്രം നിൻ്റെ ചിന്തയും എല്ലാം ദൈവത്തിൽ അർപ്പിച്ച്, ദൈവം എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ, എന്തെങ്കിലും വചനം തരുന്നുണ്ടോ എന്ന് ആഗ്രഹിച്ച് തമ്പുരാൻ്റെ മുമ്പ് സമർപ്പിച്ച് പോവുകയാണ്. കർത്താവേ, എല്ലാം ഞാൻ നിൻ്റെ കയ്യിൽ തന്നു കേട്ടോ, എല്ലാം നിൻ്റെ കയ്യിൽ ഞാൻ തന്നു, നീ ഏറ്റെടുത്തല്ലോ. വീണ്ടും നാളെ ഇത് ഓർമ്മ വരുന്നെങ്കിൽ അങ്ങനെ 3 ദിവസം വേണമെങ്കിൽ നിനക്ക് ഈ പ്രശ്നങ്ങൾ പറയാം. പിന്നെ നീ ആ പ്രശ്നം തിരിച്ചെടുക്കരുത്. കൊടുത്തത് തിരിച്ചെടുത്താൽ പട്ടി ഛർദ്ദിച്ചത് നക്കി തിന്നുന്ന പോലെ. നീ ആർക്കാ കൊടുത്തത്? നിന്നെ സൃഷ്ടിച്ച നിൻ്റെ ദൈവത്തിനല്ലേ നീ കൊടുത്തത്. പിന്നെ നീ എന്തിനാ തിരിച്ചെടുക്കുന്നേ? അവൻ ഭൂമി മുഴുവൻ്റെയും കർത്താവാണ്, സർവശക്തനാണ്, അത്യുന്നതനാണ് എൻ്റെ ദൈവം. ആ ദൈവത്തിൻ്റെ കൊടുത്തിട്ട് നീ ഒന്നും മിണ്ടാതിരുന്നു. പുറപ്പാട് 14:14 പറഞ്ഞ് നീ സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങിക്കോ. ഞാൻ നിൻ്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന ആ പ്രശ്നങ്ങളെ ഞാൻ ഏറ്റെടുത്തോളാം. പക്ഷേ നീ പറയണം, നീ പറഞ്ഞിരിക്കണം അവനോട്. മനസ്സിലായോ? ഇങ്ങനെ 2, 3 അത് കഴിഞ്ഞ് പിന്നെ ഈ വീണ്ടും ഛർദ്ദിച്ചതിലേക്ക് പോവല്ലേ, അത് കൊടുത്തു, അത് ഏറ്റെടുത്തു. കർത്താവ് എന്നെ സുഖപ്പെടുത്തി എന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയണം. എന്നിട്ട് യെശയ്യാ 43:17-18 ഇനി നാം ചെയ്യേണ്ട കാര്യമാണ്. കഴിഞ്ഞ കാര്യങ്ങൾ നീ ഓർക്കുകയോ പരിഗണിക്കുകയോ ചെയ്യരുത്. ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് വഴിയില്ലാത്തടത്ത് വഴി വെട്ടിയവനും കരിമ്പാറയിൽ നദികൾ ഉണ്ടാക്കിയ ദൈവവുമാണ് ഞാൻ. അപ്പോൾ ഇത് വചനം വായിച്ചാണ്. ഇനി അതിൻ്റെ അർത്ഥം ഇതാണ്: എൻ്റെ പൊന്നുമക്കളെ, നീ നിൻ്റെ കാര്യങ്ങൾ എൻ്റെ കയ്യിലേക്ക് തന്നല്ലോ, ഞാനത് ഏറ്റെടുത്തു. പിന്നെ ഇത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഞാൻ ഏറ്റെടുത്തില്ലേ? ഞാൻ ആരാ? നിൻ്റെ അപ്പൻ, നിൻ്റെ ദൈവം, നിൻ്റെ കർത്താവ്, നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ, നിനക്ക് വേണ്ടി ഉദ്ധാനം ചെയ്യുവൻ, നിനക്ക് വേണ്ടി ഒരു പൈതലായി ലോകത്തിൽ വന്ന് പിറന്നവൻ. ആ അപ്പൻ്റെ കയ്യിലേക്ക് കൊടുത്ത് പിന്നെ നാളെ എന്ന് പറയരുത്. അവിടെ നിനക്കിങ്ങനെ ഇരിക്കുമ്പം അത് തിരിച്ചെടുക്കല്ലേ. ഞാനിങ്ങനെയാണ് ചെയ്യുക. ഞാൻ ആദ്യമൊക്കെ എന്നെ ഈശോ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ചെയ്തത്. ധ്യാനം കൂടി കഴിഞ്ഞിട്ട് വന്നപ്പം എനിക്ക് ഇങ്ങനെ സന്ദേശങ്ങൾ കിട്ടുന്നത് ഞാൻ അടുക്കളയിൽ പണി ചെയ്യുമ്പോഴാണ്. അന്നത്തെ കാലത്ത് സഭ കരിസ്മാറ്റിക്കിനെ എതിർത്തെങ്കിൽ ഒരൊറ്റ കാരണം, ഒരു വചനം കൂടിയിട്ട് ഇങ്ങോട്ട് വരും, സ്ത്രീയും പുരുഷനും ഒരു ബൈബിളും എടുക്കും, എന്നിട്ട് വീടിനെ കുറിച്ചൊരു ഉത്തരവാദിത്തമല്ല, ഇങ്ങനെ അങ്ങ് നടന്നേക്കുക. കുടുംബം നോക്കുന്നില്ല, മക്കളെ നോക്കുന്നില്ല. അതാണ് സഭ ആദ്യം കരിസ്മാറ്റിക്കിനെ എതിർക്കാൻ കാരണം. അപ്പോൾ ഞാനിവിടെ വന്നാൽ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ധ്യാനം തന്നെ എനിക്ക് ദൈവകൃപയാൽ എനിക്ക് യോഗ്യതയില്ല മക്കളെ, ഒരു യോഗ്യതയിലില്ല. ദൈവകൃപയാൽ ആ ധ്യാനം എനിക്ക് വലിയൊരു അനുഗ്രഹവും മാനസാന്തരത്തിൻ്റെ വഴിത്തിരിവുമായിരുന്നു. മാനസാന്തരത്തിലേക്ക് എന്നെ നയിച്ചത്. അപ്പോൾ ആ ധ്യാനത്തിലൂടെ ഞാൻ കടന്നു വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ രണ്ടുപേരെയും കൗൺസിലിംഗ് വിട്ടു. അപ്പം ഭാര്യയും ഭർത്താവും മറയില്ലാതെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞ്, ഇന്നത്തെ കാലത്ത് അങ്ങനെയെല്ലാം പറഞ്ഞേക്കല്ലേ,
പയ്യാവേലി എടുത്ത് തോളെ വെച്ചേക്കല്ല് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളെപ്പോലുള്ളവർ അതങ്ങ് കേട്ടാൽ ക്ഷമിച്ചും പുറത്തും പോവും. പക്ഷേ ഇന്നത്തെ തലമുറ ക്ഷമിക്കുമോ നിങ്ങൾ തന്നെ ചിന്തിച്ചോളൂ. അപ്പോൾ പറയാവുന്നത് പറഞ്ഞാൽ മതി, ബാക്കിയുള്ള കുമ്പസാരക്കുട്ടി പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടുകൊടുത്തല്ലോ. നമ്മളെ കൊടുത്ത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വായിച്ച് ഒരു സൗഖ്യമായി കിട്ടി. അപ്പോൾ എന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഈശോപ്പ, ഞാൻ വീട്ടിൽ വന്ന് പണി ചെയ്യുക. നമ്മളൊക്കെ ജിജിയൊക്കെ 10 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, പണി ചെയ്യുന്നതിനിടയ്ക്ക് എൻ്റെ ഈശോയെ. അപ്പോൾ എനിക്ക് അടുക്കളയിൽ വന്ന് കറിക്കരിയുമ്പോൾ അരി കഴുകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ വചനങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ദൈവം ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കാനൊക്കെ കർത്താവ് അനന്തമായ കൃപ ഈ പാവയുടെ മേൽ ചൊരിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ വേണ്ട വചനങ്ങളും ഒക്കെ ഞാൻ മനസ്സിൽ സ്വപ്നം കാണുക ഒരു സ്ക്രീനിൽ എന്ന പോലെ. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ അന്ന് ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, എനിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് വ്യക്തിപരമായി നിന്നോട് പ്രാർത്ഥിക്കണം. എനിക്ക് നീ ഒത്തിരി ദുഃഖങ്ങളുണ്ടേ, എനിക്കത് നിന്നോട് പറയണം കർത്താവേ എന്ന് പറഞ്ഞു. ഞാനതങ്ങ് മറന്നുപോയി പൊന്നു മക്കളെ. ഞാൻ വന്ന് കിടന്നുറങ്ങി. 4 മണിയായപ്പം ലിസാന്നൊരു വിളി കിട്ടും. അത് കഴിഞ്ഞിട്ട് ലിസായേന്നൊരു വിളി കിട്ടും. അത് നമ്മൾ പറയല്ലേ, 7 മലകൾക്കപ്പുറമുള്ള ഒരു എക്കോ പോലെ ഇഞ്ഞ് വന്ന്. അപ്പോഴത്തേക്ക് ഞാൻ കിടക്കുന്ന മുറിയുടെ അവിടെ ഈശോയുടെ കരുണയുടെ ഒരു പടം വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ആൻറ്റി കൊണ്ടുത്തന്ന. അപ്പോൾ ആ പടം ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് കാണാം. ഞാൻ എഴുന്നേക്കുന്ന 2 കൈയും ഇങ്ങനെ ഉയർത്തി, എൻ്റെ ഈശോയെ എന്നാണ് ഞാൻ വിളിച്ചെഴുന്നേക്കുന്നത്. ഞാൻ അടുക്കളയിൽ നിന്ന് പറഞ്ഞ കാര്യം ദൈവം കേട്ടു. നിന്റെ പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കാതും കണ്ണും ജാഗരൂകമായിരിക്കും. ഇവിടെ കേൾക്കുന്നുണ്ടോ എന്തോ? വചനമാണ് പറഞ്ഞത്. നിന്റെ പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകരായിരിക്കും. ഒരു പ്രാർത്ഥന പോലും പാഴായി പോവില്ല പൊന്നുമക്കളെ. അവനത് സാധിച്ചു തരിക തന്നെ ചെയ്യും. ആ പ്രാർത്ഥനയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവൻ നിനക്ക് ഉത്തരം തരും, ആ ദൈവം. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ക്ലോക്കിലേക്ക് 4 മണി. ഓ കർത്താവേ, അന്ന് നമ്മുടെ ധ്യാനമൊക്കെ കൂടി ആദ്യം മൂടാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഓടിപ്പോയിരുന്നു. ഒരു 10 മിനിറ്റ് പറഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു. 5 മണി വരെ ഇരുന്ന് എന്താ പ്രാർത്ഥിച്ചതെന്ന് ഇന്നും എനിക്കറിയത്തില്ല. സ്തുതിച്ചു, പരിശുദ്ധാത്മാഭിഷേകം കിട്ടി, കൊച്ചുങ്ങളൊക്കെ അപ്പുറത്തെ മുറിയിൽ ഇറങ്ങാൻ. 5 മണി കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ കിടന്നുറങ്ങി. 6:15 ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പ്രഭാത പ്രാർത്ഥന ചൊല്ലിയിട്ട് 6:15 പള്ളിയിൽ പോവും. പള്ളി കഴിഞ്ഞ് വന്നിട്ട് കാപ്പി ഉണ്ടാക്കാറുള്ളൂ. പിള്ളേർ കോളേജിൽ പോകുന്നത് വരെ ഇങ്ങനെ പ്രഭാത പ്രാർത്ഥന. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നിട്ടില്ല. പിന്നെ ആ പ്രാർത്ഥന ഞാൻ ഉച്ചക്കത്തേക്ക് മാറ്റി. അപ്പം നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം പറഞ്ഞാൽ നിൻ്റെ ദൈവം കേട്ട് നിന്നെ അനുഗ്രഹിക്കും കേട്ടോ. ഇനി നമുക്ക് ആ വചനത്തിലേക്ക് വരാം. യെശയ്യാ കേട്ടോ, 43:17-18. പഴയ കാര്യങ്ങൾ നീ ഓർക്കുകയോ പരിഗണിക്കുകയോ ചെയ്യരുതേ പൊന്നു കുഞ്ഞേ. ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. പുതിയ കാര്യങ്ങൾ നിനക്ക് തിരിച്ചറിയണമെങ്കിൽ പഴയതിനെ നീ മറന്നിട്ട് എൻ്റെ കയ്യിലേക്ക് താ, ഞാനത് ഏറ്റെടുക്കാം. നീ പുറവെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവം ചെയ്യുന്ന പുതിയ കാര്യങ്ങൾ നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്നിട്ട് ചോദിക്കുക, നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ഞാനേ വഴിയില്ലാത്തടത്ത് വഴിവെട്ടിയവനും ജലമില്ലാത്ത കരിമ്പാറയെല്ലാം അടിച്ച് അവിടെ നദികൾ ഒഴുക്കിയ നിൻ്റെ ദൈവമാണ്. ഇന്നും എൻ്റെ കരം കുറുകി പോയിട്ടില്ല നിൻ്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരാൻ. അപ്പം പഴയതോർക്കരുത്, പഴയതോർത്ത് പിറുപിറുത്തിരിക്കരുത്. അങ്ങനെ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എനിക്കൊരു പുതിയ സംഭവം ഉണ്ടാവുക, എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകുക. ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് എൻ്റെ കർത്താവേ കേട്ടല്ലോ, ഇതുകൊണ്ട് അവർ പറഞ്ഞത് കേട്ടില്ലേ, ഇവർ പറഞ്ഞത് കേട്ടില്ലേ, അയ്യോ എൻ്റെ ഹൃദയത്തിലെ ഒരു കത്തി കൊണ്ട് കുത്തി വലിക്കുന്ന വേദനയാണ് ഇത്, നിൻ്റെ ആ ചങ്കിലെ മുറിവിലേക്ക് ഞാൻ തരിക, ഏറ്റെടുക്കണേ. എൻ്റെ മനസ്സിൽ ആന്തരികപൂർവ്വം ആവരുതേ, ആ പറഞ്ഞ വ്യക്തിയോട് വെറുക്കാൻ എനിക്ക് കാരണമാകരുതേ. ഓക്കെ, ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളെ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇനി എന്നെ പ്രായമുള്ളവരോട് ഞാൻ പറയാണ്, കർത്താവ് പറയാണ്, ഗർഭത്തിലും ജനിച്ച ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ, ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എൻ്റെ വാക്ക് കേൾക്കുവിൻ. ആരുമില്ല, എനിക്ക് ഒറ്റപ്പെടലാണ്. ഒറ്റപ്പെട്ട ഈ പ്രായത്തിലെ ഈ വാർദ്ധക്യത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ, നമുക്കെല്ലാവർക്കും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും.
എനിക്ക് എല്ലാവരും ഉണ്ടെങ്കിലും എനിക്ക് ആരുമില്ലാത്തൊരവസ്ഥ. അതാണ് ഏറ്റവും വലിയ അനാഥത്വം. എല്ലാവരും എനിക്കുണ്ട്, പക്ഷെ ആരുമില്ല. ആ ദൈവം പറയുകയാണ്, ഗർഭത്തിലും ജനിച്ച ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ, ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എൻ്റെ വാക്ക് കേൾക്കുവിൻ. അപ്പം ഗർഭത്തിലും അങ്ങനെ വരുമ്പോൾ നമ്മൾ ജെറമ്യ 1:4 പോകണം. മാതാവിൻ്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ സ്നേഹിച്ചു, നിന്നെ ഞാൻ വിശദീകരിച്ചു, നിന്നെ എൻ്റേതാക്കി മാറ്റി. മോനെ മോളെ, നിന്റെ എൻ്റേതാക്കി മാറ്റിയിട്ടാണ് നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഞാൻ ഭ്രൂണമായി സൃഷ്ടിച്ചത്. അപ്പം അതാണ് അവന് ഗർഭത്തിലും ജനിച്ച ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ. അപ്പം എന്നിട്ട് പറയാണ് സങ്കീർത്തനം 22:9-10, നീ പിറന്നു വീണത് എൻ്റെ കൈകളിലേക്കാണ്, നിന്റെ അമ്മയുടെ മാറിടത്തിൽ നിനക്ക് അമ്മിഞ്ഞപ്പാൽ നിക്ഷേപിച്ചത്, അവിടെ സുരക്ഷിതത്വം ഒരുക്കിയത് ഞാനാണ്. പോരെ, ദൈവം നിന്നെ സ്നേഹിക്കുന്ന വഴി കണ്ടോ? പിന്നെയും നമ്മൾ പോവുക ഈ സ്നേഹത്തെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട്. നമ്മളോടാണ് പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ, ഗർഭത്തിലും ജനിച്ച ശേഷവും. മനസ്സിലായല്ലോ വചനത്തിൻ്റെ പൊരുള്. അടുത്ത് പറയുവാണ്, നിനക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിന്നോട് കൂടെയുണ്ട്. കേട്ടെ, എന്നെ പോലുള്ള പച്ചമാരെ അമ്മച്ചേ, നിനക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ വാർദ്ധക്യത്തിൽ ഞാൻ നിന്നെ എൻ്റെ കൈകളിലെടുക്കും. എന്നിട്ടൊരു വചനം, ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്. ഒരു കുത്തും കോമയും അവിടെ. ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് നിന്നെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എൻ്റേതാണ്, എൻ്റേത് മാത്രം. ആയതിനാൽ നീ ഇപ്പം കടന്നു പോകുന്ന ഏത് പ്രശ്നമാണോ ആ പ്രശ്നത്തിലൂടെ നിനക്ക് നടക്കാൻ പറ്റില്ലേ? നീ വയസ്സായോ എൻ്റെ പൊന്നുമോനെ, 2 കൈയും കൂട്ടി, നിനക്ക് പ്രായമായെങ്കിൽ നീ എൻ്റെ പൈതല, ഞാൻ നിന്നെ തോളിലേക്കെടുക്കും. നിന്നെ ഞാൻ തോളിലേറ്റിക്കൊണ്ട് നടന്ന് നിന്നെ ഞാൻ ആശ്വസിപ്പിക്കും. വീണ്ടും രക്ഷാനുഭവത്തിലേക്ക്, സമാധാനത്തിലേക്ക് നിന്നെ നയിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പം ഞങ്ങളുടെ ഇതൊരു വചനം ഞാൻ പിലോക്കാൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കാണുന്ന ബെഡ്റൂമിൽ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. വിഷമം കാണാതെ അറിയാമെങ്കിലും അതിൽ ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതൊന്ന് നോക്കും എൻ്റെ ദൈവത്തെ. അപ്പം ഇനി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ആരുമില്ല എന്ന് ഭയപ്പെടണോ? നിന്റെ ജനനം മുതൽ മരണം വരെ നിന്റെ കൂടെ ഞാനുണ്ട്. നീ എഴഞ്ഞു നടക്കുവാണോ? ഞാൻ നിന്നെ എടുത്തോളാം. നിന്നൊക്കെ ഒറ്റപ്പെടലുണ്ടോ? ഞാൻ നിന്റെ കൂടെ ഇല്ലേ? ഞാൻ നിന്റെ അരികിലില്ലേ? ഞാൻ നിന്റെ മുകളിലില്ലേ? ഞാൻ നിന്റെ വശങ്ങളില്ലേ? ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സംരക്ഷിക്കും. ഓക്കെ. ആ ദൈവത്തിൻ്റെ കൈകളിലേക്ക് നമ്മുടെ ജീവിതത്തെയും നമുക്ക് സമർപ്പിക്കാം. അപ്പം ശാന്തമായും സ്വസ്ഥമായും നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ പ്രശ്നങ്ങളെ സമർപ്പിക്കും. നമ്മുടെ പ്രശ്നങ്ങളുടെ മേലിൽ കൂടെ നടന്നു വന്ന് ആ പ്രശ്നങ്ങളെ തൻ്റെ പാദത്തിൻ കീഴിലാക്കി ദൈവം നമ്മളെ വന്ന് രക്ഷിക്കും. ആ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കേട്ടോ, ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചേ, കരങ്ങളൊന്ന് കൂപ്പിക്കേ. കർത്താവേ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ പറയണം, വീടും നാടും വിട്ട് ഈ മക്കൾ നിൻ്റെ അടുക്കലേക്ക് വന്നതുപോലെ തിരിച്ചു പോകുവാൻ നീ ഇവരെ അനുവദിക്കരുതേ അപ്പാ. നീ തൊട്ട് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം കൃപയരുളണമേ. നിന്റെ മാറോട് ചേർത്ത് പിടിക്കണമേ ഒറ്റപ്പെട്ടെന്ന് തോന്നുന്നവരിലേക്ക്. കർത്താവേ, നിന്റെ സ്നേഹം സമൃദ്ധമായി തരുകട്ടെ. ജെറമ്യ പ്രവചനത്തിലൂടെ ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു വന്നു കുഞ്ഞേ, നീ വെളും പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു. നീ നിന്റെ പൊക്കിൾ കൊടി മുറിച്ചു മാറ്റിയില്ല, നിന്നെ എണ്ണ തേച്ച് കുളിപ്പിച്ചില്ല, ആരും നിന്നോട് തിരിഞ്ഞു നോക്കാൻ അനുകമ്പ തോന്നിയില്ല. എന്നാൽ ഞാൻ എൻ്റെ കൈകളിൽ കോരിയെടുത്തു, നിന്റെ പൊക്കിൾ കൊടി മുറിച്ചു മാറ്റി, എണ്ണ തേച്ച് കുളിപ്പിച്ചു, പുത്തൻ ഉടുപ്പിട്ടിട്ട് അനുഗ്രഹിച്ചു. നീ വളരുക, വളർന്നു വലുതാകുക എന്ന്. ആ ദൈവമാണ് നമ്മുടെ കൂടെ. ജനനം മുതൽ മരണം വരെ നമ്മുടെ കൂടെയുള്ള സർവശക്തനായ ദൈവം
നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. 100 മടങ്ങായി നിങ്ങളെ ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കട്ടെ. നാഥനോടു പറയുമോ ലോകമോഹ ചിന്തകളിൽ ആണ്ടുപോകും വേളകളിൽ നാഥൻ പക്കലെത്തുവാ ഞാൻ മറക്കുമേ. കാത്തിരിക്കുമെന്നെ നോക്കി. ആമേൻ. എന്നാലോ നല്ല നാഥൻ കാത്തിരിക്കുമെന്നെ നോക്കി. യേശുപ്പാ ആശ്രയമായാരുമില്ല താകും നേരെ ഓടിയെത്തും മാറോടെന്നെ ചേർത്തു നിർത്തി വേദനകൾ നീക്കിടും. ആമേൻ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം സമർത്ഥമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ തൊട്ട് ദൈവത്തിന്മാരിലേക്ക് ചേർന്ന് ആശ്വാസം അനുഭവിച്ച് മടങ്ങിപ്പോകുവാൻ സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.